प्रभु ने ये अच्छा समय दिया, इसके लिए मैं धन्यवाद देना चाहता हूँ। അതെ, നമുക്ക് ദൈവം നൽകുന്ന ഓരോ അവസരത്തിലൂടെയും അവന്റെ ശബ്ദം കേട്ട് നമുക്ക് പോഷണം പ്രാപിച്ച് മുന്നോട്ട് പോകാം. हम लोग प्रति समय में प्रभु का वचन का पोषण पाकर और आगे बढ़ते रहे। ഇന്ന് രാത്രിയില് നമുക്ക് പരിചിതമായ ഒരു വചനമാണ് 2 കൊരിന്ത് ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. आज हम लोग वाक्य हम पढ़ेंगे दूसरा कोरिन्थियर का पुस्तक 2 कोरिन्थियर 3:16. 3 का 16 हम पढ़ेंगे। 16, 17, 18 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. उसका 16, 17, 18 है। राइट। കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അതെ, ഏത് കാലത്തും വിശുദ്ധന്മാർ വചനത്തെ സ്നേഹിക്കുന്നവരായിരുന്നു. हर समय में हम देखते हैं कि पवित्र लोग वचन को प्रेम करने वाले लोग थे। ലഭിച്ച വചനത്തിൽ അതിന്റെ വെളിപ്പാടിൽ മുന്നേറുന്നവരായിരുന്നു. और जितना उनको वचन का प्रकटीकरण मिलता था, उसमें मिला हुआ वचन में वो लोग उसको संभाल कर आगे बढ़ने वाले लोग थे। അങ്ങനെയുള്ളവരെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല എന്ന്. इस विषय में इब्रानियों का पुस्तक में जब पढ़ते समय में वचन कहता है कि परमेश्वर उनका परमेश्वर कहलाए जाने के लिए लज्जाता नहीं। അത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമാണ്. इब्रानियों 11 का 16 में हम ये विषय को पढ़ते हैं। അവര് സ്വർഗീയമായതിനെ കാംക്ഷിച്ചിരുന്നു, അവര് നല്ലതിനെ കാംക്ഷിച്ചു, അതുകൊണ്ട് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല എന്ന് നാം വായിക്കുന്നു. और वो उत्तम स्वर्गीय देश के लिए वो लोग अभिलाषी करते थे, परमेश्वर उनका परमेश्वर कहलाने के लिए नहीं लज्जाता। അപ്പോൾ അവര് സ്വർഗീയമായതിനെ അല്ലെങ്കിൽ ആത്മീയമായതിനെ കാംക്ഷിച്ചു എന്നാണ്. वहां पर हम देखते हैं कि वो लोग एक स्वर्गीय या एक आत्मिक बात को वो लोग ने उसका अभिलाषा रखा या उसका खोज किया। അത് ഇങ്ങനെയാണ്. അതായത് നമുക്കറിയാം, ഈ ഇന്ത്യ ചന്ദ്രനിലേക്ക് ഒരു ചന്ദ്രയാൻ എന്ന ഒരു ഉപകരണം വിടുകയുണ്ടായി. वो इस विषय में इस तरह हम एक उदाहरण कह सकते हैं, जैसे कि थोड़े समय पहले गया हफ्ते में हमने देखा कि भारत देश ने सरकार ने उन्होंने चंद्र की ओर एक चंद्रयान भेजा। ആ ചന്ദ്രയാനില് 2 ഉപകരണങ്ങൾ വിശേഷമായിട്ടുണ്ടായിരുന്നു. और उस चंद्रयान में 2 प्रकार का उपकरण उसके अंदर था। ഒന്ന് അവിടെ ലാൻഡ് ചെയ്യുന്ന ഒരു യന്ത്രം. एक है वो सुरक्षित वो चंद्रयान वहां पर उतर सके चंद्र में। അതിൽ നിന്ന് മറ്റൊരു ഒരു ചക്രങ്ങളുള്ള ഒരു യന്ത്രം പുറത്തു വന്നു. और जैसे ही वो चंद्रयान वहां पर चांद में उतर जाने के बाद उसके अंदर से पहियों वाला एक गाड़ी वाहन, दूसरा एक गाड़ी उसके अंदर से निकला। അതെ, അതിന്റെ പേര് റോവർ എന്നാണ്. उसका नाम एक रोवर है। ആ റോവർ ആയിരുന്നു അവിടെയുള്ള മണ്ണ് എങ്ങനെയാണ്, അവിടെ കല്ലുണ്ടോ, ഭൂകമ്പമുണ്ടോ, അവിടുത്തെ പ്രകൃതി എങ്ങനെയാണ്, ഇതെല്ലാം ഡിസേൺ ചെയ്യുന്ന ഒരു ഉപകരണമായിരുന്നു. और ये दूसरा उपकरण जो गाड़ी जो चंद्रयान से बाहर निकला, जो चांद में चलता है, उसका खासियत है ये था
कि उस भूमि चांद में भूमि का अवस्था क्या है, क्या यहाँ पर पत्थर है, क्या मिट्टी है, या भूकंप होता है, इस तरह की से उसका चांद चांद का परिस्थिति, भूमि का माहौल कैसा है, उसका जमीन का माहौल कैसा है, परखने के लिए इस्तेमाल किया गया है वो गाड़ी। ആ അതായിരുന്നു അത്. ഇത്ര കാലവും നമ്മൾ നടത്തിയ ശാസ്ത്രത്തിന്റെ ഒരു നേട്ടമായിരുന്നു. और अभी तक हमने शास्त्र में जितना हमने बातों को हमने उन्नति किया है, उसका सबसे बड़ा लाभ था ये जो चंद्रयान भेजा। ഇതുപോലെ നാം പ്രത്യേക നിലയിൽ ആത്മീയമായും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. उसी रीति से, आत्मिक रीति से हम लोग सब आत्मा में उन्नति पाए हुए लोग हैं। നാം ദൈവവചനത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. हम लोग परमेश्वर के वचन के द्वारा आशीषित लोग हैं। നാം അനുഭവ സമ്പത്തുള്ളവരാണ്. हम लोग अनुभव में धनी है। അനുഭവ സമ്പത്ത് എന്ന് പറയുമ്പോൾ അതായത് കൊരിന്ത് ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവർക്ക് സംഭവിച്ചത് നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്ന്. इस रीति से कोरिन्थ का पुस्तक में हम पढ़ते हैं 10वां अध्याय में कि उनको उनके साथ जो भी घटना हुआ वो हमारे लिए फायदा और हमें समझने के लिए, ज्ञान के लिए फायदा हुआ। അതെ, നമുക്ക് ആദാം മുതൽ സംഭവിച്ച കാര്യങ്ങൾ ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതി കിട്ടിയിട്ടുണ്ട്. हमें आदाम से लेकर अभी तक जो भी बातें हुआ है, वो सब जो भी बातें लिखा हुआ है वो हमारे समझ के लिए है। അതെ, ഇവിടെ പറയുന്നു നമ്മൾ കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങി പോകുന്നു എന്ന്. यहाँ पर हम पढ़ते हैं कि जैसे ही दूसरा कोरिन्थी 3:16 में जब हम प्रभु की ओर जब हम फिर लेते हैं तब पर्दा उड़ जाता है। അത് മാത്രവുമല്ല, 17-ാം വാക്യത്തിൽ 2 കൊരിന്ത്യർ 3:17 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. और उसका 3:17 में हम पढ़ते हैं कि प्रभु आत्मा है और जहां कहीं प्रभु का आत्मा है वहां स्वतंत्रता है। ഈ വചനം പഴയ നിയമത്തിലെ പ്രമാണവുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. तो ये वाक्य जो है पुराने नियम का व्यवस्था के संबंधित लिखा हुआ है। അതെ, അത് കർമ്മ ആചാരങ്ങളായിരുന്നു ന്യായപ്രമാണം. हाँ, हम जब देखते हैं कि जो व्यवस्था जो था पुराने नियम में, एक रीत रिवाज जो कर्म में कार्य करना था, उस रीति के बातें था व्यवस्था में। എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ ഇപ്പോൾ ആത്മാവാണ്. परंतु हमारा प्रभु यीशु मसीह अभी आत्मा है അവൻ ജീവിപ്പിക്കുന്ന ആത്മാവാണ്. और वो जीवन देने वाला जीवनदायक आत्मा है। നമുക്ക് അവനിൽ വിശ്വസിച്ചതിനാലാണ് നിത്യജീവൻ ലഭിച്ചത്. और हमें क्योंकि उनको उनके ऊपर विश्वास किया इसलिए हमें अनंत काल का जीवन मिला। അങ്ങനെ കർത്താവിലേക്ക് നമ്മൾ തിരിയും തോറും നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന അനുഭവമാണ് നമുക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത്. और हम जितना प्रभु की ओर फिरते हैं, प्रभु की ओर मुड़ते हैं, उतना हमको महिमा से महिमा में बढ़ने का अवसर मिलता है और वो ऐसा होते रहता है। ये रीति का कार्य परमेश्वर ने किया है। നമുക്കറിയാം, ആദാമാണ് ആദ്യത്തെ മതസ്ഥാപകൻ. हम जानते हैं कि आदम है जिसने पहला धर्म को शुरुआत किया। പാപത്തിൽ വീണപ്പോൾ അവൻ ഒരു മതം ആരംഭിച്ചു. पाप में गिर जाने के बाद उसने एक धर्म का आरंभ किया। നമുക്കറിയാം, അവന് ഇലകൾ കൊണ്ട് നഗ്നത മറയ്ക്കുവാനായിട്ട് പരിശ്രമിച്ചു. हम जानते हैं कि उसने क्या किया, कुछ पत्तों को लेकर अपना नंगापन को छुपाने का कोशिश किया। എന്നാൽ അവൻ അല്പം പോലും ദൈവത്തെ സംതൃപ്തമാക്കുവാൻ കഴിഞ്ഞില്ല. परंतु वो कुछ थोड़े भी, मतलब बिल्कुल भी प्रभु को तृप्त करने या प्रभु को खुश कर नहीं पाया। എന്നാൽ ദൈവം ഒരു കാര്യം ചെയ്തു. ദൈവം അവനെ അതെ ചർമ്മം കൊണ്ടുള്ള വസ്ത്രം കൊണ്ട് അവനെ ഉടുപ്പിച്ചു. लेकिन प्रभु ने एक कार्य किया। प्रभु ने क्या कार्य किया? उन्होंने एक चमड़ा लेकर आदम और हव्वा को वस्त्र पहनाकर उनका नंगापन को छुपा दिया। അതെ, ആ ചർമ്മവസ്ത്രം കാണിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. और वो जो चमड़े से बनाया वस्त्र प्रभु यीशु मसीह का कार्य को दिखाता है। അതെ, ആദാം ഉണ്ടാക്കിയതായ
ആ ആ ഇലകൾ കൊണ്ടുണ്ടാക്കിയ വസ്ത്രം കൊണ്ട് അവന് ദൈവത്തിന്റെ മുൻപിൽ വെളിപ്പെടുവാൻ കഴിയുമായിരുന്നില്ല. क्योंकि आदम ने उसने जो भी पत्ते से अपने आप को ढककर जो कार्य किया था, उसने उसका खुद का कार्य की वजह से कभी भी परमेश्वर की उपस्थिति में उसको खड़ा रहने का योग्यता नहीं मिल पाया। എന്നാൽ ദൈവം ഉണ്ടാക്കിയ തോൽ വസ്ത്രം കൊണ്ട് അവന് ദൈവസന്നിധിയിൽ നിൽപ്പാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. लेकिन हम क्या देखते हैं कि परमेश्वर ने जब उसको एक वस्त्र बनाकर दिया, उस चमड़े का वस्त्र में उसको खड़े रहने के लिए काबिलता मिला। അതെ, ഇനിയും അതിലും നല്ല ഒരു മതമാണ് കായീൻ കൊണ്ടുവന്നത്. उसके बाद उसे भी एक अच्छा और एक बड़ा धर्म काइन ने बनाया। ആ അതിലും ദൈവം പ്രസാദിച്ചില്ല. उसमें भी परमेश्वर प्रसन्न नहीं था। എന്നാൽ എബ്രായ ലേഖനത്തിൽ പറയുന്നു, വിശ്വാസത്താൽ ഹാബേൽ കായിനേക്കാൾ ഉത്തമമായ യാഗം അർപ്പിച്ചു, ദൈവം അവന്റെ യാഗത്തിൽ പ്രസാദിച്ചു എന്ന്. लेकिन हम लोग 11 इब्रानियों का पुस्तक 11 अध्याय का 4 में हम क्या पढ़ते हैं कि विश्वास के द्वारा आबेल जो है कैन से भी एक उत्तम बलिदान वो परमेश्वर की उपस्थिति में चढ़ाया, जिसके वजह से जिसके द्वारा परमेश्वर आबेल से प्रसन्न था। ആ എന്നാൽ ഹാബേലിന്റെ രക്തം അതെ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. और वहां पर हम देखते हैं कि उसका लहू, आबेल का लहू परमेश्वर की ओर बात कर रहा था। ഇതുപോലെ എല്ലാ കാലത്തും ദൈവജനത്തിന് കർമാനുഷ്ഠാനം ചെയ്യുന്നവർ പ്രതികൂലമായിരുന്നു. इस रीति से हर एक समय में और युग में हम देखते हैं कि जो कर्म से रीत रिवाज करने वाले लोग हमेशा प्रभु के लोगों के खिलाफ थे। എല്ലാ കാലത്തും ദൈവജനത്തെ അവരെ പ്രാപിച്ച ആത്മീയ അനുഭവത്തിൽ നിന്ന് പിന്നിലേക്ക് കൊണ്ടുപോകുവാൻ സാത്താൻ ശ്രമിച്ചിരുന്നു. और हम हर एक समय में हर एक कालों में हम देखते हैं कि जब भी आत्मा से किया हुआ कार्य जो विश्वासी लोग करते थे, उसको रोकने के लिए शैतान हमेशा रीत रिवाज का कार्य तैयार करके लाता था, जिसके वजह से आत्मिक लोगों को पीछे ढकलने का कार्य शैतान करता था। നമുക്കറിയാം, ആദിമ നൂറ്റാണ്ടിൽ തന്നെ എല്ലാ ദുരുപദേശത്തിന്റെയും വിത്ത് സാത്താൻ ദൈവജനത്തിന്റെ ഇടയിൽ ഇടുവാൻ നോക്കിയിരുന്നു. हम देखते हैं कि पहले ही सप्ताह में प्रेरितों का समय में ही शैतान ने उस समय में जितना भी दुरुपदेश हो सके सब प्रकार का दुरुपदेश को डालने का कोशिश किया। അതുകൊണ്ടാണ് ഒരിക്കൽ പൗലോസ് എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവരോട് ഒരു കാര്യം പറയുകയുണ്ടായി. इसके लिए हम देखते हैं कि पौलोस ने एक बार एफेसोस के प्राचीनों को बुलाकर उनसे एक बात कहा। അതിങ്ങനെയാണ് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം. उसमें हम 29-30 വാക്യങ്ങൾ. प्रेरितों का कार्य 20 का 29-30 जब पढ़ते समय में वहां पर हम देख सकते हैं। ഇങ്ങനെയാണ്, ഞാൻ വായിക്കാം. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ എന്ന് പൗലോസ് പറയുന്നു. इसलिए पौलोस ने कहा था कि तुम्हारे बीच में से ही फाड़ने वाला भेड़िया तुम्हारे बीच में से उठकर आएगा, जो झुंड को ना छोड़ेगा। इसलिए पौलोस उनको कहता है कि तुम लोग सतर्क रहो और अपने चेलों को तुम लोग संभालो। അപ്പോൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്ന വിപരീത ഉദ്ദേശ ക്രിസ്തുവിൽ നിന്ന് നമ്മെ അകറ്റുവാൻ സാത്താൻ ശ്രമിക്കുന്നതായിരുന്നു. जिसके लिए हम देखते हैं कि हर एक समय में हर एक कालों में शैतान हमेशा प्रभु के लोगों को, विश्वासियों को प्रभु से दूर करने के लिए कार्य करने के लिए शैतान कार्य करता था। ഓക്കെ, എന്നാൽ ഇന്ന് നാം സാത്താന്റെ തന്ത്രങ്ങളെ അറിയുന്നവരാണ്. परंतु आज अभी हम लोग शैतान के तंत्र जानने वाले लोग हैं। നാം വളരെ അനുഗ്രഹീതരാണ്. हम लोग बहुत ही आशीषित लोग हैं। അടുത്ത കാലത്ത് യുക്രൈൻ യുദ്ധത്തിലേക്ക് അമേരിക്ക ക്ലസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞൊരു ബോംബ് കൊടുക്കുകയുണ്ടായി. गए दिनों में रशिया यूक्रेन का जो युद्ध जो अभी चल रहा है, उसमें अमेरिका ने यूक्रेन को एक क्लस्टर बॉम्ब नाम का नया बॉम्ब उनको बना के दिया। ഈ ക്ലസ്റ്റർ ബോംബ് വളരെ അപകടകാരിയാണ്.
और ये क्लस्टर बॉम्ब ऐसा है कि वो बहुत दुर्घटना देने वाला अवस्था है। അതായത് ആ, ഒരു ബോംബല്ല, അനേക ബോംബുകൾ ഒരുമിച്ച് ചേർന്നതാണ്. तो वो एक बॉम्ब नहीं है, उसी एक ही बॉम्ब में बहुत सा बॉम्ब उसमें फुटता है അത് അത് ആ, വലിയ നാശം വരുത്തും. और वो बहुत नुकसान देता है അനേക ബോംബുകൾ ഒരുമിച്ചുള്ളതായിരിക്കും. क्योंकि उसी एक ही में बहुत सा बॉम्ब रहता है। ഇവിടെ ഒരു അപകടമുണ്ട്, കുറെ ബോംബുകൾ പൊട്ടാതെ കിടക്കും. और इसमें एक दुर्घटना यह रहता है कि बहुत से बॉम्ब वो गिर जाने के बाद वो फुटता नहीं है ആ, ആരെങ്കിലും ചെന്ന് അതിന്റെ സമീപത്ത് നിന്ന് എടുക്കുമ്പോഴായിരിക്കും അത് പൊട്ടുന്നത്. और क्या हो जाता है कि कोई अगर उसके नजदीक चला गया, उसको छूने के लिए अगर कोई जाएगा तब वो फूट जाता है। ഇങ്ങനെയുള്ള തന്ത്രമാണ് ക്ലസ്റ്റർ ബോംബില് ഉൾക്കൊള്ളുന്നത്. इस तरह का तंत्र इस्तेमाल किया जाता है क्लस्टर बॉम्ब में। ക്ലസ്റ്റർ ബോംബ് എനിക്ക് വിവരിക്കാൻ കുറെ ഉണ്ട്. അത് നമുക്കിവിടെ വിഷയമല്ല. എന്നാൽ അങ്ങനെ ഒരു ബോംബ് ഉണ്ട്. അത് ഇന്നത്തെ ശാസ്ത്രത്തിന് നേട്ടമാണ്. और वो उसको बोलने के तो विषय तो बहुत है, लेकिन मैं उस विषय में मैं नहीं जा रहा हूं। लेकिन आज का आधुनिक तकनीक जो शास्त्रों ने बनाया है वो देश को उन्नति के लिए बहुत बड़ा लाभदायक हथियार है वो। അപ്പോൾ ഇന്ന് നാം ദൈവജനം സാത്താന്റെ തന്ത്രങ്ങളെ അറിയുന്നവരാണ്. उसी रीति से हम लोग प्रभु के लोग वो लोग हैं जो शैतान के तंत्र और युक्तियों को जानता है। എല്ലാ കാലത്തും ആത്മീയരായിട്ടുള്ളവരെ അധപ്പതനത്തിലേക്ക് കൊണ്ടുപോകാനാണ് സാത്താൻ ശ്രമിച്ചത്. शैतान का यत्न कोशिश यही था कि हर एक काल में जो जो विश्वासी थे उन सबको कैसा भी करके गिरा दे। കാരണം എന്താണെന്നറിയാമോ? ഈ സുവിശേഷം തേജസ്സിന്റെ സുവിശേഷമാണ്. क्योंकि यह सुसमाचार आशीष का और तेजोमय सुसमाचार है। 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അതേക്കുറിച്ച് പറയുന്നുണ്ട്. दूसरा कोरिन्थी 4:4 जब पढ़ते समय में उस विषय में हम देखते हैं ഈ സുവിശേഷത്തിൽ വിശ്വസിച്ച് അതിനൊത്തവണ്ണം ജീവിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്നത് തേജസ്സാണ്. क्योंकि ये सुसमाचार में जो भी विश्वास करता है उस सुसमाचार में बने रहता है, उसका परिणाम क्या है? आखिरी फल ये है कि उनको महिमा और तेजस मिलेगा। അതുകൊണ്ടാണ് ക്രിസ്തു 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ സുവിശേഷത്തെ കുറിച്ച് പറയുന്നത് ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം എന്നാണ്. इसके लिए दूसरा कोरिन्थी 4:4 जब पढ़ते समय में वहां पर ये सुसमाचार बांटते समय में ये परमेश्वर का या मसीह का महिमादायक सुसमाचार है करके हम पढ़ते हैं। പ്രൈസ് ദി ലോർഡ്. ദൈവജനം തേജസ് പ്രാപിക്കരുത്. और ये शैतान नहीं चाहता है कि परमेश्वर के लोग महिमा प्राप्त करें। ആ തന്ത്രം സാത്താൻ ശരിയായിട്ട് പ്രയോഗിച്ചതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ പെന്തക്കോസ്ത് പ്രസ്ഥാനം. और उसमें जो सबसे बड़ा कोशिश जो शैतान ने जो सबसे बड़ा हथियार बनाकर जो रखा है मसीह लोगों के बीच में, वो है पेंतकोस्त का संगठन। അവര് വീണ്ടും ജനനത്തിലും സ്നാനത്തിലും വിശ്വസിക്കുന്നവരാണ്. वो लोग नया जन्म में और बपतिस्मा में विश्वास करने वाले संगठन है। അവരനേകരും വീണ്ടും ജനിച്ചവരാണ്. उसमें से बहुत से लोगों ने नया जन्म का अनुभव प्राप्त किए हुए लोग हैं। എന്നാൽ അവര് അത് കൃപാദാനങ്ങൾ അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റിന്റെ പേരിൽ ശരിയായി വഞ്ചിക്കപ്പെട്ടവരാണ് അവര്. परंतु जब आत्मा का वरदान के बारे में, दानों के बारे में, उस विषयों में वो लोग उसमें धोखा खाए हुए लोग हैं। നമുക്കറിയാം ഇന്നത്തെ പെന്തക്കോസ്ത് കൂടിവരവുകൾ കണ്ടാല് അത് ആത്മീയ ആരാധനയെ അല്ലാതായി മാറിയിരിക്കുകയാണ്. हम लोग अभी के जो पेंतकोस्त के संगठनों को अगर हम देखेंगे तो वो लोग जो भी आराधना कर रहे हैं वो एक आत्मिक आराधना नहीं है। आत्मिक आराधना से बहुत दूर हो गए वो लोग। മാത്രവുമല്ല അനേക കാര്യങ്ങളും അവര് ദൈവവചനത്തിൽ നിന്നും വ്യതിചലിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. उतना ही नहीं, परमेश्वर का वचन से बहुत से बातों से वो लोग दूर हो चुके हैं। അതെ, അവരുടെ ഉപദേശം സത്യവചനത്തിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. उनका जो उपदेश है सच्चा वचन से उनका उपदेश दूर हो चुका है। അവരുടെ കൂടിവരവും വചനാനുസരണമല്ല. उनका इकट्ठा होना वचन के अनुसार नहीं है। അവരുടെ സംഘടനയുടെ ക്രമീകരണവും വചനപ്രകാരമല്ല, ലോകത്തിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണമാണ്.
उन लोगों ने जो संगठना बना के रखा है वो संगठना वचन के आधार पर नहीं, परंतु അതെ, संसार को प्रसन्न करने का रीति में बनाया है। ഇങ്ങനെ അനേക കാര്യങ്ങളിൽ അവർ ദൈവവചനത്തിന്റെ സത്യത്തിൽ നിന്നും വ്യതിചലിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. जिस रीति से वो लोग बहुत से बातों में प्रभु का सत्य वचन से वो लोग दूर हो चुके हैं। അതെ, ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയാമോ? സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുക മാത്രമല്ല, അവര് സത്യത്തിന്റെ പരിപൂർണ ജ്ഞാനത്തിൽ എത്തിച്ചേരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. उसके लिए परमेश्वर का आग्रह ये इतना ही नहीं कि सब लोग उद्धार पाए, परंतु उद्धार पाए हुए लोग सत्य का पूर्णता में आए, ये भी परमेश्वर का इच्छा है। അതെ, 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും മലയാളത്തില് സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എന്നേ ഉള്ളൂ, എന്നാൽ ഇംഗ്ലീഷിൽ കം ടു ദ ഫുൾ നോളജ് ഓഫ് ദ ട്രൂത്ത് എന്നാണ്. സത്യത്തിന്റെ പരിപൂർണ പരിജ്ഞാനത്തിൽ എത്തിച്ചേരണമെന്നാണ്. 1 തിമോത്തി 4. हाँ यस, दूसरा 1 तिमोथी 2:4 जब पढ़ते समय में वहां पर देखो कि सब मनुष्य को केवल उद्धार हो उतना ही नहीं, और वह सत्य का भली बीती पहचान में लाए। तो वो सत्य में जो पूर्ण, अगर अंग्रेजी बाइबल में पढ़ेंगे तो पूर्ण पहचान, पूर्ण ज्ञान में बढ़ोतरी पाए, ये प्रभु का इच्छा है। പ്രൈസ് ദി ലോർഡ്. അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളതാണ് തേജസ് എന്നുള്ള കാര്യം. और ऐसे लोगों के लिए तैयार करके रखा है महिमा। അതുകൊണ്ടാണ് തേജസ്സിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. इसलिए महिमा का सुसमाचार करके हम कहते हैं। നമ്മുടെ കർത്താവ് തേജസ്സിന്റെ കർത്താവാണ്. हमारा प्रभु महिमा का प्रभु है। ഇനി നിത്യതയിലും ഓരോ വ്യക്തിക്കും കിട്ടാൻ പോകുന്ന തേജസ്സും വ്യത്യസ്തമായിരിക്കും. और उतना ही नहीं, जब अनंतता में सब लोग पहुंचेंगे, उस अनंतता में सबको मिलने वाला जो महिमा है वो भी अलग अलग रहेगा। ഞാനിത് പറഞ്ഞത് നാം ഇന്ന് ജീവിക്കുന്ന കാലം ഏതാണ്ട് അന്ത്യകാലഘട്ടമാണ്. और मैं ये कहने का उद्देश्य यह है कि अभी हम जो जी रहे हैं, हम अंतिम समय में जी रहे हैं। കർത്താവിന്റെ വരവ് എത്രയും സമീപമാണ്. प्रभु का आगमन बहुत ही निकट है। എന്നാൽ നാം ധന്യരാണ്. परंतु हम लोग आशीषित लोग हैं, धन्य लोग हैं, നമുക്ക് തേജസ്സിന്റെ സുവിശേഷം കർത്താവ് അറിയിച്ചു തന്നു. क्योंकि प्रभु ने हमें आशीष, वो अनुग्रह का यानी कि महिमा का जो सुसमाचार है वो हमें बताया है। അതെ, അതോടൊപ്പം തന്നെ ആദാം മുതൽ ഉള്ള ഉള്ള ജനത്തിന്റെ മനുഷ്യരുടെ പരാജയവും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. और उतना ही नहीं, बाइबल के द्वारा आदाम से मनुष्य जीवन में जितना भी हार का अनुभव या प्रभु से दूर हो जाने का अनुभव जो भी बातें हैं, उसका एक रेखा भी हमको दिया है। അത് മാത്രമല്ല, उतना ही नहीं, സഭയുടെ വിവിധ കാലങ്ങളിലെ പുരോഗതിയും അധോഗതിയും കൂടെ നമുക്ക് ചരിത്രത്തിലൂടെ പഠിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. और उतना ही नहीं, मंडली में अभी हम लोग पुराने समयों का मंडलियों को अगर हम लोग पढ़ने जाएंगे तो मंडली किस तरह प्रभु में बढ़ा और संसार में मिलजुल जाने की वजह से प्रभु से कैसा दूर हुआ, ये सब बातें जानने के लिए हमारे पास इतिहास भी है, जिसके द्वारा हम समझ सकते हैं कि कैसा बढ़ोतरी और गति हुआ। അതെ, സഭയിലും അധപ്പതനം കൊണ്ടുവരുവാനായി ആദിമകാലം മുതലേ സാത്താൻ പരിശ്രമിച്ചു. और शैतान तो आदि सप्ताह से यानी कि प्रेरितों का समय से ही कलीसियाओं में फूट लाने का कोशिश करता रहा। അതെ, അങ്ങനാണ് 3-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈനിലൂടെ റോമൻ കത്തോലിക്ക മതം ഉളവായത്. जिसके वजह से हम देखते हैं कि तीसरा सप्ताह या तीसरा सेंचुरी में कॉन्स्टेंटीन के द्वारा कैथलिक का जो संगठना है प्रबल होकर आया। എന്നാൽ മാർട്ടിൻ ലൂതറിലൂടെ ദൈവം നവോത്ഥാനം കൊണ്ടുവന്നു. उसके बाद हम आगे चलकर हम देखते हैं कि मार्टिन लूथर के द्वारा एक नया अवस्था विश्वासी लोग के बीच में लाया। ഇവിടെയാണ് ദൈവത്തിന്റെ വചനം പരിശോധിക്കുന്ന ജനമാണ് എല്ലായ്പ്പോഴും ആത്മീയമായി പുരോഗതിയിലേക്ക് പോയത്. तो इसके लिए प्रभु के लोग वो लोग थे जो हर वचन को, अवस्था को आत्मिक बातों से देखकर वचन को परख कर बढ़ते थे। वही थे सच्चे आत्मिक विश्वासी लोग। അതുകൊണ്ടാണ്
കർത്താവിലേക്ക് തിരിയുമ്പോഴാണ് മൂടുപടം നീങ്ങിപ്പോകുന്നതെന്ന് വചനത്തിൽ എഴുതിയിട്ടുള്ളത്. इसलिए हम वचन में पढ़ते हैं कि जो कोई प्रभु की ओर फिर लेता है वहां से पर्दा हट जाता है. ആരൊക്കെ ദൈവം ലഭിച്ച വചനത്തിനൊത്തവണ്ണം അത് പഠിക്കുകയും വിശ്വസിക്കുകയും ആ വെളിച്ചത്തിൽ നടക്കുകയും ചെയ്തുവോ അവരിലൂടെയാണ് ദൈവവും അവരോടൊപ്പം പ്രവർത്തിച്ചത്. इसके लिए हम देखते हैं कि जितने लोगों ने वचन को जिसको मिला उस वचन को वो लोग ने ग्रहण किया, उसको वो लोग ने खोजा और उसके वचन के अनुसार उसको मानकर आज्ञाकारी होकर वचन में जितने लोगों ने भी चलकर प्रभु समर्पण किया उन लोगों के साथ प्रभु था. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു കാര്യം സംഭവിച്ചു, പലരും മതത്തെ സ്നേഹിച്ച് പിന്മാറിപ്പോയി. और हम देखते हैं कि कुछ लोग ऐसा भी हुआ कि वो लोग ने संसार का संगठन और धर्मों को वो लोग ने पसंद करने लगा. ऐसा पसंद करने की वजह से वो लोग वचन से दूर होते लगे. അതെ, പലരും ആചാരങ്ങളെ സ്നേഹിച്ച് ആചാരങ്ങളുടെ പിന്നാലെ പോയി. बहुत लोग जो मंडलियों में या संगठनों में जो रीत रिवाज चलता है वो रीत रिवाज को पसंद कर प्रभु का वचन से दूर हो रहे हैं. അങ്ങനെ പലരും പിന്മാറിപ്പോയി. എന്നാൽ ദൈവജനം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. तो भले ही बहुत से लोग हैं जो इस तरह संगठना का बहकावे में आकर पीछे चले गए, परंतु जो प्रभु के सच्चे लोग हैं वो लोग हमेशा आगे ही बढ़ते रहे. അതെ, നീതിമാന്റെ യാത്ര മേലോട്ടാകുന്നു എന്നാണ്. वचन में पढ़ते हैं कि धर्मी जन का यात्रा हमेशा ऊपर की ओर है. അതെ, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകുമെന്നാണ്. नीचे रखा हुआ जो पाताल सो उसको पार करके आगे जाता है. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ധന്യരാണ്. നമുക്ക് ലഭിക്കുന്ന ദൈവവചനത്തിനായി നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. इसके लिए प्रियो हम लोग बहुत धन्य और भाग्यशाली लोग हैं. प्रभु ने हमको जो दिया हुआ वचन को हम लोग थामे रहे. അതോടൊപ്പം തന്നെ ക്ലസ്റ്റർ ബോംബ് പോലുള്ള തന്ത്രങ്ങൾ സാത്താൻ കൊണ്ടുവരുമ്പോൾ അവയെ തിരിച്ചറിയാൻ തക്കവണ്ണം ദൈവം നമുക്ക് വചനത്തിന്റെ വെളിപ്പാട് നൽകിയിരിക്കുകയാണ്. उतना ही नहीं, जैसा क्लस्टर बॉम्ब यहाँ पर युद्ध के लिए इस्तेमाल करता है, इस तरह का हथियार जब शैतान इस्तेमाल करते समय में मंडली जीवन को तोड़ने का कोशिश करते समय में प्रभु की दया से प्रभु ने हमको वचन का सामर्थ और समझ हमको दिया है, जिसके वजह से शैतान के तंत्रों को हम पहचान पा रहे हैं. അതെ, സഭയുടെ മുന്നേറുന്ന കാലഘട്ടത്തിലും ദൈവജനത്തിന്റെ ഇടയിൽ ഹൈറാർക്കി ഉണ്ടായിരുന്നു. ഹൈറാർക്കി എന്ന് വെച്ച് കഴിഞ്ഞാല് അതെ, പട്ടക്കാരും സാധാരണ ജനവും എന്നുള്ളതായ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. यस, तो हम लोग जब कलीसिया जब आगे आगे बढ़ रहा था, उस बढ़ते समय में संगठनों में क्या होता था, वो लोग ने कलीसियाओं में क्या किया, बड़े और छोटे का लोगों का रखा. यानी कि बड़े लोग वो थे जो वो लोग पवित्र वस्त्र पहनकर वो लोग पहनकर आते थे और बोलते थे कि हम तुम्हारे ऊपर हम हुक्म करेंगे, हम तुमको चलाएंगे बोलकर ऐसा बड़े लोग छोटे लोग मंडली में आने लगा. എന്നാൽ ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള വചനം പരിശോധിക്കുന്ന ദൈവമക്കൾക്ക് മനസ്സിലായി, കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവ പൈതലും യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരാണ്. लेकिन हम देखते हैं कि ऐसा रीत रिवाज संगठना जब सामर्थ्य से चलते समय में दुनिया भर में बहुत से भाई लोग उठकर खड़े हो गए, जिन्होंने वचन को जांचा और परखा और उनको समझ में आया है कि मंडली में कलीसिया में तो हम सब लोग मसीह के जीवन के द्वारा भाई भाई है. അതെ, ഈ വെളിപ്പാട് പല രാജ്യങ്ങളിലുമുള്ള പല വിശുദ്ധന്മാർക്കുണ്ടായി. और ये प्रकाशन बहुत से अलग अलग राज्यों में अलग अलग भाइयों को हुआ. അവര് എന്നാൽ ഒരിക്കൽ അവർ തമ്മിൽ കണ്ടുമുട്ടുവാൻ ദൈവം അവരെ സഹായിച്ചു. और उनको और ऐसा भाइयों को आपस में मिलने के लिए प्रभु ने उनको अवसर भी बना के दिया. അതെ, അങ്ങനെയുള്ള ഭക്തന്മാരാണ് ജയൻ ഡാർബി, മക്കിൻഡോഷ് തുടങ്ങിയ ഭക്തന്മാര്. वो उस प्रकार के भाई लोग हैं. हम देखते हैं कि जॉन नेल्सन डार्बी और चार्ल्स हेनरी मकिंटोश ऐसे प्रभु के दास लोगों को प्रभु ने इस्तेमाल किया. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് നാം എല്ലാവരും സഹോദരന്മാരാണെന്നുള്ളതായ വെളിപ്പാടോടുകൂടെ ഇന്ന് ദൈവജനം മുന്നേറുന്നത്. जिसकी वजह से आज हम देखते हैं कि मसीह में मंडली में हम सब लोग भाई भाई है करके इस बोध्य में हम लोग साथ में बढ़ रहे हैं. ഇങ്ങനെ മുന്നേറുന്നതിന്റെ ഫലമായിട്ടാണ് ദൈവം ഒരുക്കിയിട്ടുള്ളതാണ് തേജസ്സിന്മേൽ
തേജസ് പ്രാപിക്കുന്ന അനുഭവത്തിലേക്കാണ് തന്റെ ഭക്തന്മാരെ ദൈവം നടത്തുന്നത്. और इस रीति से प्रभु अपने भक्तों को ये सत्य में बने हुए के भाइयों को महिमा से महिमा में बढ़ने का सत्य को प्रकट करके दिया. ഇതേക്കുറിച്ച് പൗലോസ് തിമോത്തിയോസിന് എഴുതുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. पहला तिमोथी 1:11 में हम पढ़ते हैं. അതെ, 10ഉം 11ഉം വാക്യങ്ങൾ 10 और 11 में हम पढ़ते हैं. ഇങ്ങനെയാണ്: പത്യോപദേശത്തിന് വിപരീതമായ മറ്റേതിനും അത്രേ വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു. ഈ പരിജ്ഞാനം എങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായത് തന്നെ എന്ന് വായിക്കുന്നു. और वहां पर हम पढ़ते हैं कि जो ये जानकर की व्यवस्था धर्मी जनों के लिए नहीं परंतु अधर्मी और ऐसे प्रकार के लोगों के लिए है और इनको छोड़कर उपदेश का सभी विरोधियों के लिए ठहराया गया है और ये परम धन्य परमेश्वर का महिमा का ये सुसमाचार के अनुसार है जो मुझे सौंपा गया है. ഇവിടെ 10ാം വാക്യവും 11ാം വാക്യവും രണ്ട് വിപരീതമായ കാര്യങ്ങളെ താരതമ്യം ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. तो उसका 10 और 11 जब पढ़ते समय में दो अलग अलग बातों को वहां पर वर्णन किया है. 10ാം വാക്യം ന്യായപ്രമാണത്തെ കുറിച്ചും 11ാം വാക്യം തേജസ്സുള്ള സുവിശേഷത്തെ കുറിച്ചുമാണ്. तो हम लोग 9-10 पढ़ते समय में वहां पर व्यवस्था के में धर्मी के विषय में बोला गया है परंतु 11 वाक्य में हम पढ़ते समय में परम धन्य यानी कि महिमादायक सुसमाचार के बारे में बोला गया है. ഈ രണ്ട് കാര്യങ്ങൾ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. इस प्रकार का दो प्रकार का सुसमाचार का कार्य हर समयों में चलता आ रहा है. ഒരു കൂട്ടർ ന്യായപ്രമാണത്തിന് സ്ഥാനം കൊടുക്കുന്നു, മറ്റൊരു കൂട്ടർ തേജസ്സുള്ള സുവിശേഷത്തിന് സ്ഥാനം കൊടുക്കുന്നു. कुछ लोग है व्यवस्था के धर्म के रीत रिवाज के बातों को स्थान देता है, कुछ लोग है महिमा के अनुसार का उस सच्चा सुसमाचार को प्रभु का वचन को स्थान देता है. അപ്പോൾ തേജസ്സുള്ള സുവിശേഷത്തിന് സ്ഥാനം കൊടുക്കുന്നവർ അവർ ഒരു കാര്യത്തിൽ അവര് പ്രത്യേകതയുള്ളവരാണ്. और जो महिमा का सुसमाचार को स्थान देता है उनमें खास बात यह है कि അവരെ അത് 5ാം വാക്യം 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 5ാം വാക്യത്തില് ഇങ്ങനെ പറയുന്നു: അവര് ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവ സൂക്ഷിക്കുന്നവരായിരിക്കും. वाक्य 5 पढ़ना. आज्ञा का सारांश यह है कि शुद्ध मन और अच्छे विवेक और कपट रहित विश्वास से प्रेम उत्पन्न हो. आत्मा के महिमा का सुसमाचार प्राप्त किए हुए लोग मानते हैं. വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന് ദൈവം നൽകുന്നതാണ് നല്ല മനസ്സാക്ഷി. नया जन्म पाया हुआ प्रभु का वचन के अनुसार नया जन्म पाए हुए विश्वासियों को प्रभु देता है एक शुद्ध विवेक, एक अच्छा विवेक. അതെ, സ്നാനത്തോടുകൂടെ ദൈവത്തിന്റെ ദാനമായിട്ട് കിട്ടുന്നതാണ് ശുദ്ധ മനസ്സാക്ഷി. और हम बपतिस्मा के द्वारा प्रभु के दान को हम देखते हैं कि हर एक नया जन्म विश्वासी लोगों को मिलता है एक शुद्ध विवेक. നല്ല മനസ്സാക്ഷി മാത്രമല്ല, ശുദ്ധ ഹൃദയം. और उतना ही नहीं, एक शुद्ध मन भी दिया गया है. നിർവ്യാജ വിശ്വാസം और एक निष्कपट विश्वास. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. प्रभु ने हमें इस रीति का आशीषों को प्रभु ने तैयार किया है. ഇത് നമ്മുടെ കഴിവുകൊണ്ടല്ല, പാപികളായ നമുക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭ്യമായ അനുഗ്രഹമാണ്. और ये इसमें हमारा कोई फायदा या गुण या हमने कुछ मेहनत किया उसके वजह से नहीं परंतु हम पापी दोषी थे, हमारे ऊपर प्रभु का अनुग्रह हुआ, उसके वजह से ये अवस्था हुआ है. ഇത് വിശ്വസിക്കുന്ന ഏവർക്കും ലഭ്യമാണ്. और ये विश्वास करने वाला हर एक विश्वास करने वाले लोगों के लिए ये बातें उपलब्ध है. ഇത് നൽകുവാൻ തക്കവണ്ണം ഒരു മനസ്സലിവുള്ള ഒരു പിതാവാണ് നമുക്കുള്ളത്. ये सब बातें मुफ्त में हमें मिलने के लिए हमें एक प्रेम करने वाला दयालु स्वर्गीय पिता हमारे पास है. എന്നാൽ 6ാം വാക്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിന് വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ്.
परंतु यहाँ पर छठवां वाक्य जब पढ़ते समय में ये सत्य वचन का विपरीत उल्टा बात करने वाला एक बात हम देखते हैं। അതായത് ശുദ്ധഹൃദയത്തിനും നല്ല മനസ്സാക്ഷിക്കും നിർവ്യാജ സ്നേഹത്തിനും സ്ഥാനം കൊടുക്കാത്തവരെ കുറിച്ചാണ് 6-ാം വാക്യം പറയുന്നത്. जिन्होंने जो शुद्ध मन, अच्छा विवेक और कपट रहित विश्वास का से दूर होकर इसका विपरीत कार्य करने वाले लोगों के विषय में वाक्य 6 में लिखा है। അവരെന്ത് ചെയ്യുമെന്നോ അവരിത് വിട്ടുമാറും. वो लोग क्या कर रहे हैं? ये सब बातों को वो लोग छोड़कर 6-ാം വാക്യം പറയുന്നത് ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു. തങ്ങൾ പറയുന്നത് ഇന്നതെന്നും സ്ഥാപിക്കുന്നത് ഇന്നതെന്നും ഗ്രഹിക്കുന്നില്ലതാനും. 6 और 7 पढ़ना। इनको छोड़कर कितने लोग फिरकर बकवाद की ओर भटक गए हैं और व्यवस्थापक तो होना चाहते हैं, पर जो बातें कहते और जिनको दृढ़ता से बोलते हैं उनको समझते भी नहीं. ഇന്ന് അനേക സംഘടനകളിലും നല്ല ഉപദേഷ്ടക്കന്മാരുണ്ട്. आज बहुत से संगठनों में अपने लिए अच्छा अच्छा वो लोग ने अध्यापक को रखा है അവര് നല്ല വാക് സാമർഥ്യമുള്ളവരാണ്. और वो लोग बोलने के लिए बहुत ही काबिल लोग हैं। എന്നാൽ അവരെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അവർ പറയുന്നത് എന്താണെന്നും അവർ സ്ഥാപിക്കുന്നത് എന്താണെന്നും അവർക്ക് തന്നെ അറിയത്തില്ല. परंतु वचन कहता है कि ये लोग जब बात करते समय में जो बातें उन्होंने कहा है और जिन बातों में दृढ़ता में बोलने का विषय में रहना चाहिए वो बातों का उनको समझ ही नहीं है. അതിന്റെ കാരണം അവരെ ശുദ്ധ ഹൃദയവും നല്ല മനസ്സാക്ഷിയും നിർവ്യാജ വിശ്വാസവും വിട്ടുപോയി എന്നുള്ളതാണ്. उसका कारण क्या है कि वो लोग ने शुद्ध मन, अच्छा विवेक और कपट रहित विश्वास को उन लोगों ने छोड़ दिया है. ഓക്കെ, കേരളത്തിലെ ഒരു സംഘടനയുടെ നേതാവ്, केरला में एक संगठन का नेता, കേരളത്തിലെ ഒരു നേതാവ്, मतलब एक नेता है, ഞാനത് പേര് പറയുന്നില്ല, मैं नाम नहीं बता रहा हूं, बस समझाने के लिए एक विषय ले रहा हूं. അദ്ദേഹം ഒരു വിഗ്രഹാരാധികളുടെ കൂടെ പോയി वो व्यक्ति വിഗ്രഹാരാധികളുടെ പോയി പ്രസംഗിക്കാനായിട്ട് പോയി. एक बार वो मूर्ति पूजा करने वाले लोगों के सामने प्रचार करने के लिए गया. എന്നാൽ അദ്ദേഹം വിഗ്രഹാരാധനയ്ക്കും അതിലെ നേതാക്കൾക്കും അനുകൂലമായി സംസാരിച്ചു. और उन्होंने जो मूर्ति का पूजा करने वाले लोग और उस मूर्तियों को मानने वाले जो भी नेताएं हैं उन सबके बारे में अच्छा अच्छा बातें बोला. എന്നാൽ വചനം അറിയാവുന്നവർ അതിനെ ചോദ്യം ചെയ്തു. तो परंतु जो जो लोग को वचन को मालूम था उन लोगों ने उसके खिलाफ सवाल उठाया. അപ്പോൾ അവരെന്ത് ചെയ്തെന്നറിയാമോ? അവരെ നല്ലവണ്ണം പ്രസംഗിക്കാൻ അറിയാവുന്ന ഒരാളെ ഇതിന് ഉത്തരം പറയുവാനായിട്ട് ഇരുത്തി. तो जिसके वजह से क्या हो गया, जिन जिन लोगों को अच्छा जवाब देने को मालूम है, ऐसा विश्वासी लोग सवाल पूछते समय में वो उस समय संगठन के लोगों ने अच्छा अच्छा उसका जवाब दे सके उन लोगों ने कुछ लोगों को नियुक्त करके रखा. അദ്ദേഹം പറഞ്ഞത് ഇതുപോലായിരുന്നു. അതായത് 6-ാം വാക്യത്തിൽ പറയുന്നത് പോലായിരുന്നു. അതായത് അവര് ധർമ്മോപദേഷ്ടക്കന്മാരാണ്, പക്ഷെ അവർ പറയുന്നത് എന്താണെന്നും സ്ഥാപിക്കുന്നത് എന്താണെന്നും അവരും ഗ്രഹിച്ചില്ല. तो ये नेता जो प्रचार करने के लिए गया था उसका अवस्था क्या है? 7वां अध्याय के समान है. मतलब वो लोग वो एक धर्म अधिकारी है, यानी कि क्या क्या बातें बोलना चाहिए, सिखाना चाहिए करके ऐसा बोलने का सामर्थ्य तो है, परंतु क्या बोल रहा है और किस बात में दृढ़ता रखना चाहिए ये बात का समझ ही उसमें नहीं था. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ഇങ്ങനെയുള്ള ധർമ്മ ഉപദേഷ്ടക്കന്മാര് ഇന്ന് പെരുകി വരുന്ന ഒരു കാലഘട്ടമാണ്. ये मेरा कहने का उद्देश्य है कि आज एक ऐसा समय में हम जी रहे हैं जहां पर धर्म में बहुत से उपदेशक लोग जो बहुत से बातें बोल सकते हैं बोलकर ऐसा सामर्थ्य लोग खड़े हो रहे हैं. എന്നാൽ അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് തേജസ്സാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. परंतु क्योंकि वो लोग दुनिया के साथ सहभाग समझौता कर दिया है, जिसके वजह से उन लोग का नुकसान क्या है? वो लोग महिमा को खो बैठ रहे हैं. അവര് ദൈവത്തിന്റെ തേജസ്സിലുള്ള സുവിശേഷത്തെയാണ് തിരസ്കരിച്ചത്. क्योंकि उन लोगों ने परमेश्वर की ओर से मिला हुआ महिमा का जो सुसमाचार है उसको उन लोगों ने ठुकराया है. അതെ, അവര് ലോകത്തിൽ പ്രശസ്തരായി തീർന്നു. और वो लोग दुनिया में वो लोग सबके सामने नाम और इज्जत कमा लिया.
ലോകം മുഴുവൻ ഒരുപക്ഷെ അവരെ പ്രശംസിച്ചു എന്ന് വരാം. और शायद पूरा संसार मिलकर ऐसे लोगों का तारीफ कर सकता है, എന്നാൽ അവരെ ഈ തേജസ്സുള്ള സുവിശേഷത്തെ അവർ മാനിച്ചില്ല. परंतु महिमा का सुसमाचार को उन्होंने आदर नहीं किया. എന്നാൽ എളിയവരായ നമുക്ക് ഈ തേജസ്സുള്ള സുവിശേഷം ദൈവം വെളിപ്പെടുത്തി തന്നു. परंतु हम जैसे छोटे लोगों को प्रभु ने अपना महिमा का सुसमाचार प्रकट करके देने के लिए प्रभु को इच्छा हुआ. അതെ, നമുക്ക് വെളിപ്പെടുത്തി തന്ന സത്യത്തെ നാം മുറുകെ പിടിച്ചു. और हमें मिला हुआ जो सत्य प्रकाश में प्रकटीकरण का जो वचन है, उस वचन जितना हमें प्रकट हुआ उस बातों को हम थामे रहे. അതുകൊണ്ട് കർത്താവ് നമ്മെ വെളിപ്പാടിലേക്ക് നടത്തും. जिसकी वजह से प्रभु हमें और प्रकटीकरण और प्रकाश की बातें हमको देगा. അതെ, നമ്മുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ അവൻ ലജ്ജിക്കുകയില്ല. और ऐसा और वो हमें अपना परमेश्वर है करके बोलने के लिए प्रभु लज्जाएगा नहीं. അതെ, മതത്തിന്റെ പിന്നാലെയും അതുപോലെ ഭൗമിക അനുഗ്രഹങ്ങൾക്ക് പിന്നാലെ പോയവരും ഒരു നാൾ ലജ്ജിപ്പാനിടയായി തീരും. परंतु दो धर्म के पीछे भाग चले गए हैं, संगठना के पीछे भाग गए हैं और संसार का लाभ का आशीष का सुसमाचार पर बोलकर जो आशीष के पीछे संसार में भागे हैं, ये लोग सभी लोगों को एक दिन लज्जाने का दिन आएगा. അതിന്റെ തെളിവാണ് അതിപ്രകാരമാണ് പുതിയ യെരൂശലേം കാണിക്കുന്നതിന് മുൻപായി വെളിപ്പാട് പുസ്തകത്തിൽ മഹദിയാം ബാബിലോണിന്റെ നാശമാണ് ദൈവം കാണിക്കുന്നത്. उसका उदाहरण को हम देखते हैं प्रकाशित पुस्तक में, जब नवा यरूशलेम को प्रकट करने से पहले उसका पहले जो महान बाबिलोन जो संसार में बना हुआ था, उसका नाश को प्रभु ने पहला दिखाया. അതെ, അവിടെ ബാബിലോണിന്റെ രണ്ട് വശം നമുക്ക് കാണാം. बाबिलोन का दो बातों को हम देख सकते हैं, റിലീജിയസ് ബാബിലോൺ, മെറ്റീരിയൽ ബാബിലോൺ, രണ്ടിനെയും ദൈവം നശിപ്പിക്കുന്നു. बाबिलोन का दो पहलू है या दो भाग है. एक है धर्म से बनाया हुआ बाबिलोन और दूसरा है संसार का जो वस्तु और वस्तुओं से बनाया हुआ, उपकरणों से बनाया हुआ संसारिक बाबिलोन. ये दोनों बाबिलोन को परमेश्वर ने नाश किया. അതെ, പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം, ഇന്ന് അനേകരും യേശുക്രിസ്തുവിന്റെ പേരിൽ തന്നെ ഒരു മതം അതുപോലെ തന്നെ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകുന്നവരാണ്. आज हम एक ऐसा समय में जी रहे हैं जहां पर विश्वासी है करके तो बोल रहे हैं, लेकिन यीशु के नाम में संगठनाएं खोले हैं और यीशु के नाम में संसार का उन्नति और संसार का आशीष, ये सब बातें चाहिए बोलकर वो लोग इकट्ठा हो रहे हैं. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, അവരെ കാണുന്നതിന് പിന്നാലെ അല്ല, പിന്നെയോ കാണാത്തതിനായി പ്രത്യാശിക്കുന്നവരാണ്. परंतु एक ऐसा झुंड भी है जो देखे हुए वस्तुओं पर नहीं आशा रखता, बल्कि ना देखा हुआ जो स्वर्गीय चीजों पर आशा रखने वाले विश्वासी भी है. കാരണം വചനം പറയുന്നു, കാണുന്നതൊക്കെ താൽക്കാലികം, കാണാത്തതാണ് നിത്യം. क्योंकि वचन कहता है जो बातें दिखता है वो कुछ समय के लिए है, परंतु जो बातें नहीं दिखता वो सदा के लिए टिकेगा. അവയാണ് സ്വർഗീയമായ കാര്യങ്ങൾ. और वो कौन सा चीजें है जो सदा के लिए टिकता है? वो है स्वर्गीय बातें. അതെ, സ്വർഗീയമായ കാര്യങ്ങളെ കാംക്ഷിക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. और जो स्वर्ग की बातों के लिए आशा धरकर इंतजार करने वाले लोगों में एक खास गुण है. അതെ, ദൈവം അവരുടെ ദൈവമാണ്. उनका खासियत क्या है कि परमेश्वर उनका परमेश्वर है. ഇതാണ് കർത്താവിലേക്ക് തിരിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. यही है प्रभु की ओर मुड़ते समय में या प्रभु की ओर हम रहते समय में मिलने वाला लाभ. ആത്മാവായ കർത്താവിൽ ആശ്രയിക്കുന്നവർക്കാണ് തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുവരും. हमारा प्रभु जो आत्मा है, उस आत्मा जो एक है, उस प्रभु की ओर जो मुड़ता है, उस आत्मा में जो हमें स्वतंत्रता मिलता है, उस आत्मा में प्रभु के साथ जो बने रहते हैं, उन्हीं लोगों को महिमा से महिमा में प्रकट होने वाला सुसमाचार का लाभ उठा सकते हैं. Praise the Lord. കർത്താവ് നമ്മെ മതത്തിൽ നിന്നും വിടുവിച്ചു. इसलिए प्रभु का धन्यवाद हो, उन्होंने हमें धर्म का संगठनों से हमें बाहर निकाला മതത്തിന്റെ ആചാരങ്ങളിൽ നിന്ന് വിടുവിച്ചു. और ये धर्म संगठनों में जो भी रीत रिवाज जो करते हैं, उससे प्रभु ने हमें छुटकारा दिया. ആത്മാവായ യേശു കർത്താവിലേക്ക് നമ്മെ കൊണ്ടുവന്നു. और आत्मा में जो प्रभु जो आत्मा है, उस आत्मा में हमें जोड़कर स्वतंत्रता में बनाए रखा, उसमें प्रभु में जोड़कर रखा, उसके लिए धन्यवाद. ആ കർത്താവ് തേജസ്സിന്റെ കർത്താവാണ്. क्योंकि हमारा प्रभु महिमा का प्रभु है.
അതെ, അവനെ പിൻപറ്റുന്നവർ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കും. जो उनके महिमा, जो इस प्रभु आत्मा से भरा हुआ प्रभु में जो पीछे होते हैं, वो लोग महिमा से महिमा में भरकर बदलते जाते हैं. അതെ, ഈ വചനം നമുക്ക് അത് അപ്രകാരം ഉറപ്പു തരുന്നു. और ये वचन हमें इस सब बातों का पक्का निश्चय दे रहा है, बोध्य करा रहा है. നമുക്ക് കർത്താവിലും അവന്റെ വചനത്തിലും പരിപൂർണമായി ആശ്രയിക്കാം. इसलिए आओ हम प्रभु पे और उनका वचन पर भरोसा करके जिए. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാകും. जो कोई भी प्रभु की ओर देखता है वो लोग चमकता है. അവരൊരു നാളിൽ ലജ്ജിച്ചു പോകുകയില്ല. वो लोग कभी भी लज्जित नहीं होंगे. അതെ, കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. इस विषय में प्रभु हम सबको आशीषित करे. പ്രൈസ് ദി ലോർഡ്. Praise the Lord. താങ്ക് യു.